Hi all, welcome back to the next lecture. In the last class, we have defined impulse function, unit impulse function, and also Dirac delta function. Now today we will discuss what is meant by Laplace transform of Dirac delta function. Okay, even though this function does not satisfy the conditions of theorem 6.1.2, we will give a formal definition to the Laplace transform of Dirac delta function. Okay, so since delta of t is defined as the limit of d tau of t as tau tending to 0, it is natural to define the Laplace transform of delta as a similar limit of the transform of d tau. In particular, we will assume that t naught greater than 0 and define L of, that is Laplace transform of delta of t minus t naught by the equation Laplace transform of delta of t minus t naught, which is equal to limit tau tending to 0 Laplace transform of d tau of t minus t naught. Okay, so ഇവിടെ നമ്മൾ ഈ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം കാണുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ടോ ടെൻഡിങ് ടു 0 എൽ ഓഫ് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എൽ ഓഫ് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്താണെന്നുള്ളത് കാണും. ഓക്കെ, ബൈ യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, സോ എൽ ഓഫ് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട് ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ടാണ് ഇൻറ്റു ഡി ടി. ഓക്കെ, സോ നമുക്കറിയാം ഈ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന് ടി നോട്ട് മൈനസ് ടോ ടു ടി നോട്ട് പ്ലസ് ടോയിൽ മാത്രമേ ഈ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ഓക്കെ, ഡി ടോ ഓഫ് ടി നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് 1/2 ടോ വെൻ മൈനസ് ടോ ലെസ് ദാൻ ടി ലെസ് ദാൻ ടോ. ഓക്കെ, പക്ഷെ ആ സമയത്ത് നമ്മൾ ടി നോട്ട് ഈക്വൽ ടു 0 ആണ് എടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ടി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്നുള്ളതാണ് ഫംഗ്ഷൻ വരും. എന്തായാലും ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ മാത്രമാണ് എന്തുള്ളത് വാല്യൂ ഉള്ളൂ. ബാക്കിയുള്ള ടീൻ്റെ വാല്യൂസിനെല്ലാം നമ്മുടെ ഡി ടോ ഓഫ് ടി 0 ആണ്. ഓക്കെ, സോ വെൻ ടി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഇൻ്റർവെൽ എന്തായി മാറും, ഇവിടെ ടി നോട്ട് മൈനസ് ടോ ലെസ് ദാൻ ടി നോട്ട് പ്ലസ് ടോ എന്നുള്ളതായി മാറും. ഓക്കെ, അപ്പോഴും നമുക്ക് എന്താണ് വരിക, ഈ ഇൻ്റർവെല്ലിൽ ഈ വാല്യൂ ആണ് വരിക, ബാക്കിയുള്ള ടീൻ്റെ വാല്യൂസിനെല്ലാം 0 ആണ് വരിക. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ 0 to infinity എന്നുള്ളത് ആ ഇൻ്റഗ്രൽ ലിമിറ്റ് എന്തായിട്ട് മാറും, ഇതിനെ ഇൻ്റഗ്രൽ 0 to ടി നോട്ട് മൈനസ് ടോ, അവിടെ 0 ആയിരിക്കും. ഈ ഒരു കേസിൽ മാത്രം വാല്യൂ ഉണ്ടാവും, ബാക്കിയുള്ള അടുത്തൊക്കെ 0. സോ നമ്മൾ അത് മാത്രം കൺസിഡർ ചെയ്യും. ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് ടോ ടു ടി നോട്ട് പ്ലസ് ടോ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട് ഡി ടി. ഓക്കെ, നൗ വി വിൽ give the value of dt of t minus t naught in this integral. Then we will get, ഇപ്പോൾ ഇവിടെ നമ്മൾ ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ടിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ഇത് 1/2 ടോ എന്നാണ് വരിക. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ 1/2 ടോ പുറത്തെടുക്കും. ദെൻ ഇൻ്റഗ്രൽ ടി നോട്ട് മൈനസ് ടോ ടു ടി നോട്ട് പ്ലസ് ടോ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നായിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 എസ് ടോ. നമ്മൾ ഇ റേസ് ടു മൈനസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിന് ശേഷം ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 എസ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു എസ് ടോ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടോ. ഓക്കെ, സോ what is this? Then rearranging this we can write as L of dt of t minus t naught, which is equal to sin h s tau by s tau into e raised to s minus into e raised to minus s t naught. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് ഇ റേസ് ടു എസ് ടോ മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടോ ഡിവൈഡ് ബൈ 2 സൈൻ എച്ച് എസ് ടോ ആണ് വരിക. ഓക്കെ, സോ വി ഹാവ് ദിസ്. ദെൻ ഇപ്പോൾ നമുക്ക് എൽ ഓഫ് ഡി ടോ ഓഫ് ടി മൈനസ് ടി നോട്ട് കിട്ടി.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കാണണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കാണുന്ന സമയത്ത് നമുക്കറിയാം sin h s tau ഡിവൈഡ് ബൈ s tau എന്നുള്ളത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. s tau ടെൻഡിങ് ടു 0, 0/0 എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ലിമിറ്റ് കാണാം. സോ ലിമിറ്റ് tau ടെൻഡിങ് ടു 0 sin h s tau ഡിവൈഡ് ബൈ s tau എന്തായിട്ട് മാറും? അതിന് നമ്മൾ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യുമ്പോൾ മുകളിലും താഴെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഡെറിവേറ്റീവ് എന്ത് വരും? s ഇൻറ്റു cos h s tau എന്ന് വരും. അതുപോലെ തന്നെ താഴെ s tauൻ്റെ പകരം താഴെ s tauൻ്റെ ഡെറിവേറ്റീവ് എസും വരും. സോ എസും എസും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ cos h s tau. സോ ആസ് tau ടെൻഡിങ് ടു 0 cos h s tau ഈക്വൽ ടു 1. ഓക്കെ, സോ നമ്മൾ ഈ ഇതിന് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് tau ടെൻഡിങ് ടു 0 L of d tau of t minus t naught and the limit of this, so this become 1. Okay, then the remaining e raised to minus st naught. Okay, and therefore limit of tau tending to 0 L of d tau of t minus t naught എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ L of delta of t minus t naught ആണ്. So we have L of delta of t minus t naught equal to e raised to minus st naught. So this is the Laplace transform of delta of t minus t naught. Okay, now in particular when t naught equals 0, then this transform becomes L of delta of t equal to e raised to minus s into 0, that is 1. So L of delta of t equal to 1. Okay, so we have two result here. One is when t naught equals 0, then L of delta of t equal to 1, and L of delta of t minus t naught equal to e raised to minus s t naught. Okay, so using this result we will find the solution of some initial value problems. Okay.